Hi everyone, welcome back. Today we have ഓട്ടുരുളി. അതെ, നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടുള്ളതാണ് സാധാരണ ഉരുളിയും ഓട്ടുരുളിയും തമ്മിൽ എന്താണ് വ്യത്യാസം. ഓടെന്ന് പറയുന്നത് നമ്മൾ ബ്രോൺസ്, സാധാരണ ഉരുളി വരുന്നത് ബ്രാസിലാണ്. അതിൽ വ്യത്യാസം എന്ന് പറയുന്നത് ബോത്ത് ആർ അലോയ്സ് ബട്ട് ദ കമ്പോണന്റ് ഈസ് ഡിഫറെന്റ്. ബ്രാസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറും സിങ്കും മിക്സ് ചെയ്തിട്ടാണ്. അതേസമയം ബ്രോൺസ് അതായത് ഓട് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറും ടിന്നും വെളുത്തിയും കൂട്ടിയിട്ടാണ് ഓട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് നമ്മുടെ മുത്തശ്ശിമാരായാലും അമ്മമാരായാലും ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഓട് പാത്രങ്ങളിലാണ്, അല്ലെങ്കിൽ സദ്യക്ക് കലവറകളിൽ ഉപയോഗിച്ചിരുന്നത് ഓടിന്റെ ഉരുളികളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഓടിന് ഒരു നോൺ സ്റ്റിക്ക് പ്രോപ്പർട്ടി വരും. അതായത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പ്രോപ്പർട്ടി അതിന് വരും. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഈ ഓട്ടുരുളികളിൽ ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓട്ടുരുളിയിൽ ഉണ്ടാക്കുമ്പോൾ സ്വാദ് കൂടും എന്നുള്ളത്. അത് പ്രൂവൺ ആയിട്ടുള്ളതാണെന്ന് അറിയില്ല. വൈ ദിസ് ഉരുളി സോ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമാണത്. നമ്മുടെ കയ്യിലുള്ള ഉരുളിയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു 13 ഇഞ്ച് ഡയമീറ്ററും അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ഇഞ്ചസും വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 3 kg ആണ്. ഇതിൽ നമുക്ക് ഈ ഉരുളിയെ നോക്കി കണ്ട് നമുക്കറിയാൻ പറ്റും അതിന് കാതുകളുണ്ട്, അതായത് ഹാൻഡിൽസ്. ഈ കാതുള്ള ഉരുളി ഈ 13 ഇഞ്ച് ഡയമീറ്ററിൽ ലൈറ്റ് വെയ്റ്റിൽ വാർത്തെടുക്കുന്നതാണ് ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അത് ആ മൂശാരിയുടെ കഴിവാണ് ഇത്ര ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് ഈ 13 ഇഞ്ച് ഡയമീറ്ററിൽ ആ ഉരുളി വാർത്തെടുക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഉരുളി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെയായിരുന്നു, കരി പിടിച്ച ആകെ നിറം മങ്ങിയ അവസ്ഥയിലായിരുന്നു. പിന്നീട് നമ്മളതിനെ പുളിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ ആക്കിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.